ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സി പേജ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ക്രിയേറ്റിവിറ്റി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ എന്നുള്ളതല്ല, ക്രിയേറ്റിവിറ്റി. അത് ഏത് തരത്തിൽ വേണമെങ്കിൽ ഈ ഒരു ഇത് നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ നല്ല ആഴത്തിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയാം. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു ക്രിയേറ്റീവ് സോളാണ്, അതായത് സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ. ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്നവരിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കഴിവ്, അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കില്ല, പാട്ട് പാടില്ല, മറ്റു തരത്തിൽ കഴിവില്ല, അപ്പോൾ ഞാനൊരു ക്രിയേറ്റീവായിട്ടുള്ള വ്യക്തി അല്ല എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഡീപ്പർ കണക്ഷൻ ഉണ്ടാവുകയും നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെ ആ ഒരു പ്രപഞ്ചശക്തി ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി, ഫയർ എനർജി എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതായത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റക്കാണോ, ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് പാഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഈ ഒരു സമയം എന്ന് പറയുന്നത് ടു ഗെറ്റ് ബാക്ക് ടു യുവർ ക്രിയേറ്റീവ് ഫ്ലെയർ, അതിലേക്ക് തിരിച്ചു വരേണ്ടുന്ന ഒരു സമയമാണ്. എല്ലാവരും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, പക്ഷേ നമ്മളെങ്ങനെയാണ് ഒരാൾ കലാകാരിയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് എന്ന് ചിന്തിക്കുമ്പോൾ പടം വരയ്ക്കുക, അങ്ങനെ പലതരത്തിലുള്ള ഇതാണ്. അങ്ങനെയല്ല, മറിച്ച് എല്ലാവരിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ നമ്മൾ ലൈഫ് ഫോഴ്സ് ആയിട്ട് ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുമ്പോൾ നമ്മൾ ബ്ലോക്കായിട്ട് ഫീൽ ചെയ്യും, നമ്മൾ സ്റ്റേയിലായിരിക്കും, നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി സ്പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എന്താണ് നിങ്ങളുടെ ചോദ്യം? അതായിരിക്കും, എന്താണ് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ പാഷൻ എങ്ങനെ നിങ്ങൾ വീണ്ടും തിരിച്ചെങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴാണ്, എന്താണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മാജിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ആ ഉള്ളിലുള്ള ഒരു തീ, അതായത് സീക്രട്ട് ഫയർ, അത് കെടാതെ മുന്നോട്ടേക്ക് കൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്റ്റ് നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്യുക, ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഫയർ എനർജിയാണ് കാണിക്കുന്നത്. ഇറ്റ്സ് ടൈം ടു ഫാൻ യുവർ ഫ്ലെയിം. നിങ്ങളുടെ ആ ഫയർ ലൈറ്റപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി കുണ്ടലിനിയും ക്ലെൻസിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്